അടിപൊളി. രാത്രി 10 മണി മുതൽ തിരുവനന്തപുരം സിറ്റിയിൽ വെടികളുടെ അഴിഞ്ഞാട്ടം നടക്കാൻ പോവുകയാണ്. ഇവരുടെ പേര് ഞാൻ നിർദ്ദേശിച്ചു, വെടികളുടെ അഴിഞ്ഞാട്ടം. അതിനെയൊക്കെ തെരുവ് ദേശികൾ എങ്ങനെ ആക്കാം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇപ്പോഴുള്ള ടീമുകളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എങ്ങനെയൊക്കെ നശിപ്പിക്കാം, അവരെയൊക്കെ തെരുവ് ദേശികൾ എങ്ങനെ ആക്കാം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇമാതിരി തെമ്മാടുത്ത രാഷ്ട്രീയക്കാർക്ക് വോട്ട് ബാങ്കായിട്ടും അത് മാത്രമല്ല മറ്റുള്ള ചിലർക്ക് ഈ സ്ത്രീകളെ ഭോഗിക്കാനുള്ള അവസരം കൂടുതൽ കിട്ടും. സ്ത്രീകൾക്ക് അടങ്ങാത്ത കാമഭ്രാന്തമാണ്. അടങ്ങാത്ത കാമഭ്രാന്തം ഇവിടെ പുരുഷന്മാർക്കുള്ളതിനേക്കാളും എത്രയോ ഇരട്ടി കൂടുതലാണ് കാമഭ്രാന്താണ് ഇപ്പൊ സ്ത്രീകൾക്ക്. അവർക്ക് പുരുഷനില്ലാതെ ഒരു നിമിഷം കഴിയാൻ പറ്റില്ല. അതിന്റെ കുത്തിക്കഴപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോ തന്നെ നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അജിത്ത് പറയുന്ന അയാൾക്കെതിരെ കേസൊക്കെ എടുത്തെന്ന് പറഞ്ഞിട്ട് ഇതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് പുള്ളി BJP ആണോ? എല്ലാം BJP ആണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞിടയ്ക്കും വേറെ ആരാണ്ടൊക്കെ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു, ബലാത്സംഗത്തിനിരയാവാൻ താല്പര്യമുള്ള പെൺകുട്ടികളൊക്കെ കൂടെയാണ് കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് പങ്കെടുത്തതെന്നും കൊലവിളിയൊക്കെ നടത്തുമെന്നൊക്കെ പറഞ്ഞൊരു പാർട്ടി. അങ്ങനെ കുറേ പേര് തന്തയെ മാറ്റി പറയാം അമ്മ പറഞ്ഞാൽ എന്നുള്ള രീതിയിൽ വേറൊരാൾ, പിന്നെ തന്തയെ മാറ്റി പറഞ്ഞു. മോഡിയാണ് തന്ത എന്ന് പറയുന്ന ഒരു BJP കാരനെ കണ്ട് ഇയാൾ ചിലപ്പോൾ BJP ആവാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് വൃത്തികെട്ട ഒരു മനുഷ്യനാണ്. സോ ഈ വീഡിയോയുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഗവൺമെന്റ് ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തു, വുമൻസ് നൈറ്റ് എന്നുള്ളത്. ഫ്രം ട്രിവാൻഡ്രം ഒരു സ്പോട്ട് ടു നെക്സ്റ്റ് ജംഗ്ഷൻ വരെ only ladies can travel എന്നുള്ള ഒരു സംഭവം. അത് രാത്രി 10 മണി തൊട്ട് 1 മണി വരെയാണ്. ഫസ്റ്റ് ഓഫ് ദി തിങ് എനിക്ക് പറയാനുള്ളത്, ഗേൾസിന് ഒരു ദിവസമല്ല, they don't deserve for one day freedom. അവർക്ക് എല്ലാ ദിവസവും ഫ്രീഡം ഡിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് കണ്ടിട്ട് ഇയാൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് പെൺകുട്ടികളെ പറ്റിയിട്ട്. അല്ലെങ്കിൽ അയാൾ അതിന് സജസ്റ്റ് ചെയ്ത കുറച്ച് നെയിംസ് ഉണ്ട്. ഇയാളെ ഈ പെണ്ണ് പറഞ്ഞാൽ ശരിയായി. ഒരു ദിവസത്തേക്ക് നടക്കാൻ പറയുമ്പോൾ നടക്കരുത്. ശരിക്കും ഒരു ദിവസം എന്ത് നടക്കാനും എല്ലാ ദിവസവും അതേപോലെ ആയിരിക്കണം. പക്ഷെ ഒരു പ്രശ്നമാണ്, എല്ലാ ദിവസവും ഇവിടെ ആൾക്കാർ വരത്തില്ലെന്നേ പെൺപിള്ളേർ. എല്ലാം ഈ പകൽ പോലെയാണ് രാത്രിയെങ്കിൽ എന്താ പറയുക, ഒരു പീഡനം നടക്കത്തില്ല. മനസ്സിലായോ? പകൽ എന്തുകൊണ്ടാണ് പീഡനം നടക്കാത്തതെന്ന് വെച്ചാൽ അത്ര ആൾ റോഡിലുണ്ട്, വെളിച്ചമുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ഈ നാടിനെ സംബന്ധിച്ച് രാത്രി ഇറങ്ങി നടക്കുന്നത് സേഫ് അല്ല. ചില വേഷം ധരിക്കുന്നത് സേഫ് അല്ല. അത് പറയാതിരിക്കാൻ പറ്റുന്നത്. ഞാനും പണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ കേട്ടപ്പോൾ അതെന്താണ്, അത് കാണുന്നതിൻ്റെ കുഴപ്പമില്ല, അവൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന അവൻ്റെ കുഴപ്പമില്ല, അതെ അവൻ്റെ കുഴപ്പമാണ്. പക്ഷേ ആ കുഴപ്പമുള്ളവരെ ഐഡൻറ്റിഫൈ പോലും ചെയ്യാതെ ആ കുഴപ്പമുള്ളവർ ആണ് ഇവിടെ ഏറ്റവും ഫ്രീഡത്തിൽ നടക്കുന്നത്. ബസ്സിലും ട്രെയിനിലൊക്കെ ഇങ്ങനെ കുഴപ്പമുള്ളവരാണ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണ്. ഈ പിടിച്ച് തട്ടുകയും മുട്ടുകയും പിടിക്കുകയും ബലാത്സംഗം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു നോർമൽ ബിഹേവിയർ അല്ല. അതൊരു പുരുഷന് സ്ത്രീയോടുള്ള സാധനം അല്ല. ഇവിടെ അത് അഡ്രസ്സ് ചെയ്യുന്നത് തെറ്റായി കിടക്കുക. മനസ്സിലായില്ലേ? എല്ലായിടത്തും എന്നിട്ട് പറയും സ്ത്രീയും പുരുഷനും സ്ത്രീയുടെ മണ്ടക്കുള്ളതാണെന്ന് പറയും. പക്ഷേ അതല്ല, ഒരു മാനസിക രോഗി ഒരു മറ്റൊരു മനുഷ്യൻ്റെ അത് കാണിക്കുന്നത്. അതിനാണും പെണ്ണും കുട്ടികളൊന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ അത് അഡ്രസ്സ് ചെയ്യുന്നത് മീഡിയയും എല്ലാം തെറ്റിച്ചാണ് ചെയ്യുന്നത്. പോലീസ് കേസ് എടുക്കുമ്പോഴും അത്തരത്തിലെടുക്കുന്നത്. സത്യത്തിൽ ഇതൊരു മാനസിക രോഗിയാണ്, മാനസിക വിഭ്രാന്തിയാണ്, ഇനി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ രാത്രി ആകുമ്പോൾ ഇവർ മറ്റവർക്ക് പകലൊക്കെ, ബസ്സിലുള്ളവർക്ക് പകലൊക്കെ പരിപാടി, രാത്രിയൊക്കെ ആകുന്ന സമയത്തേക്ക് മറ്റേ കുറച്ച് കള്ളൊക്കെ അടിച്ച ആൾക്കാർ രാത്രിയാകുമ്പോൾ ചെറിയ പ്രശ്നം കാണിക്കാറുണ്ട്. എല്ലാവരും ചെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കും. എല്ലായിടത്തും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ റേറ്റൊക്കെ പറയാം. അത് വളരെ സ്വാഭാവികമാണ്. വളരെ അതിനധികം എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു സാധനം വേണം, അത് ആവശ്യമാണ്. അതിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനിടയിൽ ആൾ മാറി ചോദിക്കുന്നത് തെറ്റൊന്നും ഞാൻ പറയത്തില്ല. അതങ്ങനെ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അജിത്ത് എന്ന് പറഞ്ഞ ആൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവും. ഷെടാ, ഒരു ദിവസം ഒരു സ്ത്രീകൾ നടക്കാൻ പറയുമ്പോൾ ശരിക്കും ഞാനാണ് ഈ സംഭവം അറിഞ്ഞിട്ട് ഞാൻ പറയുന്നത് നടക്കാൻ പോരെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ദിവസം നടന്നോളാം, ഇത് ആർക്ക് വേണമെന്ന് ചോദിക്കണം ഇങ്ങനെ ഒരു ദിവസം നടക്കുന്നത്. സ്ത്രീകളെന്ത് ഇങ്ങനെ, ഇവിടുത്തെ സ്ത്രീകൾ കൊള്ളാത്തതുകൊണ്ടല്ലേ ഈ തെണ്ടിത്തരമൊക്കെ പറഞ്ഞിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഒരു ദിവസം 10 മണി മുതൽ 1 മണി സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നേരം നടന്നോളാൻ. ആരെങ്കിലും നടന്നോ? വൃത്തിയുടെ പരിപാടി, തെണ്ടിത്തരം, ഭയങ്കര തെണ്ടിത്തരം. തെണ്ടിത്തരം ഒറ്റ സ്പീക്ക്. ഇത് പറ്റത്തില്ല. അതിനിടയിൽ ഇയാളെന്തിനാ ഈ കിടന്ന് ഇത് വെടികളെ ഉണ്ടാക്കാനാ, വേശികളെ ഉണ്ടാക്കാൻ പോകാൻ, രാത്രി ഇറങ്ങുന്നവരൊക്കെ അങ്ങനെ. അയ്യോ, ഇങ്ങനെയൊക്കെ ഇയാൾക്ക് രാത്രി ഇറങ്ങി എങ്ങനെ ധൈര്യത്തിൽ നടക്കുന്നത്? എന്ത് ധൈര്യത്തിൽ ഇയാളൊരു പെൺകൊച്ചിനെ രാത്രി കാണുന്നത്? കണ്ടു കഴിഞ്ഞാൽ വല്ലതും വെടിയാന്ന് തോന്നുന്നു, ബലാത്സംഗം ചെയ്യാൻ തോന്നുന്നൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഈ പറയുന്നതെന്ന് പറഞ്ഞോളാം. സത്യത്തിൽ എന്തിനാണ് ഈ മെൻസ് അസോസിയേഷൻ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ പറഞ്ഞു നടക്കാനാണോ? വെടികൾ ഉണ്ടാക്കാനായിട്ട് ഗവൺമെൻറ്റായിട്ട് ഉണ്ടാക്കിയ പരിപാടിയാണ്. ഒരു ദിവസം എങ്ങാണ്ട് കുറച്ച് പേര് ചുമ്മാ. അയ്യോ, വല്ലാത്ത അവസ്ഥയാകട്ടെ ഇതൊക്കെ. പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആണ്, കുത്തിക്കഴപ്പാണ്, പെണ്ണുങ്ങൾക്ക് ഭയങ്കര കഴപ്പാണ്, അവർക്ക് ആണുങ്ങളില്ല പറ്റത്തില്ല. കുറച്ച് നേരം ഒരു ആണുങ്ങളില്ലാതെ ഇവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അത് നല്ലതല്ലേ? അല്ലാതെ ഈ ആണുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? പെണ്ണുങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടേ. ഈ നടക്കുന്ന ആണുങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ വെടികൾ ഉണ്ടാക്കുന്നു. ഈ വെടികൾ ഉണ്ടായിട്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്യാനാ? കുറേ വെടികളാണെന്ന് കുറേ പെണ്ണുങ്ങൾ ഇറങ്ങുന്നിട്ട് ആണുങ്ങൾക്ക് ഇവരെ വേണ്ടെങ്കിൽ അവർ വെടികളാകുന്നതിൽ എന്ത് കഥയുള്ളത്? ഇത് രണ്ട് കൂട്ടർക്കും വേണ്ട കാര്യമാണ് മിസ്റ്റർ അജിത്ത്. അല്ലാതെ ഇത് ഒരാളുടെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ ആണും പെണ്ണും ഒരുപോലെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആണുങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് ഒരു പെണ്ണ് പറഞ്ഞാലും പെണ്ണുങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് ആണ് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇവിടുത്തെ സകല സെക്ഷുവാലിറ്റിയും ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഏതെങ്കിലും ഒരു കൂട്ടർ ഫ്രസ്ട്രേറ്റഡ് ആണ്, അതിനർത്ഥം മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണെന്നാണ്. അത് ഈ നാടിൻ്റെ അവസ്ഥയാണ്. ഇവിടുത്തെ കൾച്ചറുമായിട്ടും ബന്ധപ്പെട്ട്, റിലീജിയൻ, ഇവിടുത്തെ മോറൽസ്, ഇങ്ങനത്തെ സാധനമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഫ്രസ്ട്രേറ്റഡ് ആണ്. പലർക്കും പലതും മനസ്സിലാകുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലരൊക്കെ ഇറങ്ങി തിരിച്ച് കുളമാക്കും.
വളരെ കുറച്ച് പേര് ഇറങ്ങിപ്പോയി ആകെ നാശമാവും. കാരണം ഇവിടെ എല്ലാവരും അങ്ങനെയല്ല, അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇയാൾ ഈ പറയുന്ന പോലെ വെടികൾ 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 എന്ന് പറയുന്നത്, ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ആവശ്യമുള്ളവരിവിടെ ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വെടി എന്നൊക്കെ വിളിച്ചൊന്നും പറയാനൊന്നുമില്ല. വെടിയാണോ പിന്നെ ഇയാൾ ഉദ്ദേശിക്കുന്ന വെടി പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട്. പിന്നെ ഈ കച്ചറകളുണ്ട്, പെണ്ണുങ്ങൾ മോശക്കാരില്ലേ, എന്തെല്ലാം അലമ്പാ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കച്ചറ ആ പരിപാടി ഇവർ ഏറ്റെടുത്ത ആദ്യം ഈ പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന ടൈപ്പ് പെണ്ണുങ്ങളുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങളുണ്ട്, ആസിഡ് എറിയുന്നവനില്ലേ. ആ മറ്റേ പെണ്ണും ഈ ആസിഡ് എറിയുന്നവനും തമ്മിലുള്ള വ്യത്യാസം, ഈ പീഡിപ്പിക്കുന്ന ആണുങ്ങളും കരുതിക്കൂട്ടി കേസുണ്ടാക്കി പലരെയും കൊടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ മാനസിക പ്രശ്നമുള്ളവരാണ്, മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പറഞ്ഞ കുരുപ്പ്, കുത്തിത്തിരിപ്പ്, കുശുമ്പ്, കുന്നായ്മ, അസൂയ എല്ലാം മാനസിക രോഗങ്ങളാണ്. അതൊക്കെ ഒരു രോഗാവസ്ഥയാണെന്നുള്ളത് എന്ന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് മാനസിക രോഗികൾ ഓരോ തരത്തിലുണ്ട്. ഇപ്പോൾ എൻ്റെ മാനസിക രോഗം പോലെ ആയിരിക്കത്തില്ല വേറെ മനസ്സിലായി, എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ചിലർക്ക് ഇച്ചിരി കൂടുതലുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. കാരണം അവരതുകൊണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ജീവിതത്തിൽ പ്രശ്നം, ചുറ്റുപാട് നിൽക്കുന്നവർക്ക് പ്രശ്നം. ചേട്ടാ എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുമായിട്ട്? എല്ലാവർക്കും അവിടെ മനസ്സമാധാനം എന്ത് വേണേൽ കാണിച്ച് നടന്നുകൂടി. പക്ഷേ ഈ ചില ആൾക്കാർ പ്രശ്നങ്ങളിലാണ് അവർക്ക് താല്പര്യം. അതാണ് ഈ മാനസിക രോഗി എന്ന് പറയുന്നത്. അവർക്ക് ട്രീറ്റ്മെൻറ്റാണ് കിട്ടേണ്ടത് ശരിക്കും. പക്ഷേ ഇതെല്ലാം ഒളിച്ചും പാത്തും വെച്ച് കെട്ടും പ്രേമിക്കും കൊണ്ട് നടക്കും. അവസാനം ഈ ഭ്രാന്ത് കാണിക്കാൻ തുടങ്ങും. ഭ്രാന്ത് കാണിച്ച് കഴിയുമ്പോൾ ചികിത്സ ഉണ്ടോ? അതില്ല. ഈ അസുഖത്തിന് ചികിത്സയില്ല. അപ്പോൾ എന്ത് പറ്റും? അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ കേസ് വഴക്കൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ മാക്സിമം ഭ്രാന്ത് അങ്ങ് കാണിക്കും. അത് ആണുങ്ങൾ കാണിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ കാണിക്കുന്നു. ആണുങ്ങൾ അഗ്രഷനും മറ്റേ അടിപിടി വെട്ടുകൂത്തിലേക്കൊക്കെ എത്തി അതങ്ങനെ നടത്തും. പെണ്ണുങ്ങൾക്ക് തിരിച്ച് അടിച്ച് പിടിച്ചുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ നിയമസംരക്ഷണത്തിനകത്തും ഈ ഇതിൻ്റെ ഒരു ടൂൾസൊക്കെ ഉപയോഗിച്ച് അവർ തിരിച്ച് ചെയ്യും. രണ്ടുപേരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈക്വലാണ് ഒരു തരത്തിൽ നോക്കിയാൽ. അപ്പോൾ ആണിന് വേണമെങ്കിൽ പെണ്ണെ ഉപദ്രവിച്ച് നശിപ്പിക്കാം, പെണ്ണിന് കേസ് കൊടുത്ത് നശിപ്പിക്കാം. അപ്പോൾ ഈ ആണ് തീരുമാനിക്കണം എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവൻ നാശമാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ നാശം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗീവ് ആൻഡ് ടേക്കാണ് പരിപാടിയെങ്കിൽ മര്യാദയില്ലാത്ത പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചെയ്യും. അതാണായാലും ചെയ്യും, പെണ്ണായാലും ചെയ്യും, അത്രേ ഉള്ളൂ, മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഇവിടെ ആരും പ്രത്യേക ഫ്രസ്ട്രേഷനൊന്നുമില്ല. പിന്നെ മാനസിക പ്രശ്നമുള്ള ആളുകളെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കൂടുതൽ ഇവിടെ അനുഭവിക്കുന്നത്, പല പ്രശ്നങ്ങളും. അല്ലാതെ ഇതൊന്നും മനഃപൂർവ്വം കരുതിക്കൂട്ടിയൊന്നും ആരും ചെയ്യുന്നൊന്നും ആയിരിക്കത്തില്ല. ഇവർക്കൊക്കെ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പൊതുവെയുള്ള ഈ ഫ്രസ്ട്രേറ്റഡ് എന്ന് പറയുന്ന ആൾക്കാർ, രാജ്യത്തിന് ഫ്രസ്ട്രേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിനെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അത് ഫ്രസ്ട്രേഷൻ അല്ല, അതെന്തോ ഈ അനലൈസ് ചെയ്യുന്നതിനകത്തോ അല്ലെങ്കിൽ കാര്യങ്ങളെ തിരിച്ചറിയുന്നതിനകത്തൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതായത് നമ്മളൊരു എന്താ പറയണ്ടേ, ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, ആർക്കാണ്, എവിടെയാണ്, എപ്പോഴാണെന്ന് പറയുന്നൊരു സംഭവം അത് കൃത്യമായിട്ട് മനസ്സിലാകാതെ പോകുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. പുള്ളി പെട്ടെന്ന് ഇത്ര വയലൻ്റ് ആകത്തില്ല. ഇത് കേട്ടാൽ ഒന്നും അറിയണ്ട, ഇതെന്തൊരു പൊട്ടത്തിൽ എന്തിനാണ് ഈ 10 മണി 1 മണി ഇവരെന്തിന് നടക്കാൻ പോകുന്നത്, ഇവർക്ക് ഒരു പണിയൊന്നുമില്ല എന്ന് ചോദിക്കത്തുള്ളൂ. ഞാനാണ് അത്ര ചോദിക്കത്തുള്ളൂ. അല്ല ഇതെന്ത് കാര്യം, ഒരു ഗുണമില്ല. ഇവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇറങ്ങാൻ എന്തുണ്ടാവാൻ, അവർക്ക് എന്തിനും ഗുണമുണ്ടോ? എക്സസൈസ് പോലും അല്ല, എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകാൻ പറഞ്ഞാൽ പിന്നെയും കൊള്ളാം. വർഷത്തിലൊരിക്കൽ യോഗ ചെയ്യാൻ പറഞ്ഞ പോലെ ഉണ്ട് ഇത്. പണ്ടൊരു യോഗ ഡേ ഉണ്ട്, അതിപ്പോൾ കേൾക്കാനേ ഇല്ല. എല്ലാം ഉടായിപ്പാണ്. ഇങ്ങനെ മീഡിയയുടെ അറ്റൻഷൻ, അതായത് ജനശ്രദ്ധ തെറ്റിക്കുക, ഇതൊക്കെയാണ് BJP ഒരു സമയത്തെ പരിപാടി. ഇപ്പോൾ കോൺഗ്രസ് ആ രീതി ചെയ്യുന്നതാണോ ഇതൊന്നും അറിയത്തില്ല. ബസ് കൊണ്ടിരുന്നു, രാത്രി നടക്കാൻ പറഞ്ഞു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ജനശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ പോകും, പിന്നെ ദിവസം ഇങ്ങനെ നോക്കും. ഒരു 325 ദിവസമുണ്ട്. ആ 325 ദിവസത്തിൽ ഓരോ ദിവസം ഓരോ പരിപാടി, മറ്റേ പരിപാടി, മറിച്ച പരിപാടി, ആഘോഷങ്ങൾ, ഇതെല്ലാം കൂടെ കൂടാത്തതിന് വേറെ കുറച്ച് പരിപാടി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസം രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ ജനം സംസാരിക്കത്തുള്ളൂ. അത് വാർത്തകളിലും അങ്ങനെ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ഈ പരിപാടിയൊക്കെ ഈസിയായിട്ട് നടത്തിക്കൊണ്ട് പോകും. അതുപോലെ ഒരു 10 മണി മുതൽ 1 മണി വരെ എന്തോ നടത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ റോഡിലിറക്കി നടത്തി എന്നുള്ളതല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഈ രാജ്യത്തിനോ ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ വൃക്ഷലതാദികൾക്കോ മണ്ണിരയ്ക്കോ ഒന്നും ഇല്ലടേ. ആമയ്ക്കാണ്ട് പ്രയോജനമുണ്ടെന്ന് പറഞ്ഞു കേട്ടു. കാരണം ആമയാണെങ്കിൽ ഓടി മറ്റേ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ട് മുയലിനെ തോപ്പിച്ചത്. അപ്പോൾ ആമയ്ക്കെന്തോ, ആമയല്ല മുയലല്ല, മുയലിനാണോ ആമയ്ക്കാണോ? ആമയ്ക്ക് എന്ത് പനി?